ഇനി എന്നിട്ടെന്തായി സെഗ്മെന്റിലേക്ക്. നമ്മുടെ നടുക്കിയ ഒരുപാട് ദുരന്തങ്ങൾ കടന്നുപോയിട്ടുണ്ട്. 59 പേരുടെ ജീവനെടുത്ത വലിയൊരു ദുരന്തമായിരുന്നു കവളപ്പാറ മണ്ണിടിച്ചിലുണ്ടായത്. നാളെ അതിൻ്റെ 6ാം വാർഷികമാണ്. 6 വർഷമാകുന്നു ആ ദുരന്തം കഴിഞ്ഞുപോയിട്ട്. ഞങ്ങളുടെ പ്രതിനിധി CV അനുമോദ് ആ സ്ഥലം സന്ദർശിക്കുകയും 6 വർഷങ്ങൾക്കിപ്പുറം അവിടുത്തെ മനുഷ്യരുടെ അവസ്ഥയും സാഹചര്യങ്ങളും പരിശോധിക്കുകയും ചെയ്തു. ആ റിപ്പോർട്ടിലേക്ക്. കാലം മായ്ക്കാത്ത മുറിവുകളില്ല എന്ന് ആലങ്കാരികമായി നമ്മൾ ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ അത് ഒരു പരിധിവരെ യാഥാർത്ഥ്യമാണെന്ന് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ മനസ്സിലാകും. ഞാനുള്ളത് നിലമ്പൂർ ഭൂതാനം കവളപ്പാറയിലാണ്. 2019 ഓഗസ്റ്റ് 8-ാം തീയതി രാത്രിയാണ് എനിക്ക് പിന്നിൽ കാണുന്ന ആ മുത്തപ്പൻമല ഇടിഞ്ഞിറങ്ങി 59 ജീവനുകളെ കവർന്നത്. ഒരു മാത്രമല്ല, ഒരു നാടൊന്നാകെ ഈ മണ്ണിനടിയിലാവുകയും ചെയ്തു. 6 വർഷങ്ങൾക്കിപ്പുറം ഇവിടെ എത്തുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകൾ ഇപ്രകാരമാണ്. ദുരന്തഭൂമിയാണ് ഇതെന്ന് ആദ്യം ഇവിടെ എത്തുന്ന ആർക്കും തന്നെ മനസ്സിലാകില്ല. അന്ന് കുന്നിറങ്ങി ഈ പ്രദേശം ഒന്നാകെ മൂടിപ്പോയിരുന്നു. ഇന്നിപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയും 15 ഏക്കറിലധികം സ്ഥലം ഇതുപോലെ കാട് പിടിച്ച് ചെറിയ ചെറിയ മൺകൂനകളായി, അത് ചെറിയ കുന്നുപോലെയൊക്കെ ആയിട്ട് മൂടപ്പെട്ട രീതിയിലാണ് കാണാൻ കഴിയുന്നത്. ഇവിടുത്തെ ആളുകൾ നേരിടുന്ന ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം ഈ കാട് മൂടിക്കിടക്കുന്ന ഈ മണ്ണ് നിറഞ്ഞ പ്രദേശം പഴയ രീതിയിൽ കൃഷിയോഗ്യമാക്കി അവർക്ക് ലഭിക്കണം എന്ന ഒരാവശ്യമാണ് അവർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇക്കാര്യം കോടതിയുടെ പരിഗണനയിലാണ്. കോടതി ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ 15 ഏക്കറിലെ മണ്ണ് നീക്കം ചെയ്ത് ഇവിടെ കൃഷിയോഗ്യമാക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. കഴിഞ്ഞ 10 ദിവസം മുൻപ് മലപ്പുറത്ത് കളക്ടർ ചേംബറിൽ തന്നെ ഒരു യോഗം വിളിച്ചു. അതിൽ കമ്മിറ്റി എന്ന നിലയ്ക്ക് ഞാൻ, പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് സെക്രട്ടറി, വില്ലേജ് ഓഫീസർ, കൃഷി ഓഫീസർ, തഹസിൽദാർ എല്ലാവരും കൂടി യോഗം ഭൂമി നിരപ്പാക്കുന്നതിന് വേണ്ടി 15 ഏക്കർ ഭൂമി കൃഷിക്ക് അനുയോജ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ AXക്ക് ചുമതല കൊടുത്തു. AX അത് എസ്റ്റിമേറ്റ് 4 ദിവസം കൊണ്ട് തന്നെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. അത് കളക്ടറേറ്റിലേക്കും അയച്ചിട്ടുണ്ട്. ഏറ്റവും അടുത്ത ദിവസം തന്നെ അത് ടെൻഡർ നടപടികൾ ആരംഭിക്കും. ഈ വരുന്ന ഓഗസ്റ്റ് 18-ാം തീയതി കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ വളരെ കൃത്യമായി തന്നെ മറുപടി ഈ ഡിപ്പാർട്ട്മെൻറ്റ് സർക്കാരിന് കോടതിയിൽ സമർപ്പിക്കും. 1 മാസത്തിനുള്ളിൽ തന്നെ മറ്റ് തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ ഇവിടെ കൃഷിഭൂമി കൃഷിക്ക് അനുയോജ്യമാക്കും. ഏതാണ്ട് 53 ഏക്കർ ഭൂമിയിൽ 85 ലക്ഷം രൂപ ബാങ്കിൽ കുടിശ്ശികയായി കിടക്കുന്ന ലോണുകളുണ്ട്. ആ ലോണുകളുടെ വിശദമായ റിപ്പോർട്ടും നമ്മൾ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ റിപ്പോർട്ടും അന്വേഷണ വിധേയമായിട്ട് സാധൂകരിച്ചുകൊണ്ട് തന്നെ റിപ്പോർട്ട് കളക്ടർ സർക്കാരിലേക്ക്, കോടതിയിലേക്കൊക്കെ സമർപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് 100% തീരുമാനമാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ്. കൃഷിഭൂമി എന്തായാലും ഈ 15 ഏക്കർ ഭൂമി എത്രയും വേഗം നിരത്തി കിട്ടും എന്ന് ഉറപ്പാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു ദുരന്തത്തിൽ വലിയ തോതിൽ തന്നെ ഈ ഒരു മേഖലയിലെ ജനങ്ങൾക്ക് നാശം വന്നിരുന്നു. 59 ജീവന് പുറമെ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ വീടും സ്വത്തുമെല്ലാം നഷ്ടമായിരുന്നു. പുനരധിവാസമായിരുന്നു ആദ്യത്തെ വെല്ലുവിളി. പുനരധിവാസം ഈ കാലയളവിൽ പൂർണ്ണമായിട്ടും നടപ്പിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ നാടൊന്നാകെ പല മേഖലകളിലായി ചിതറിപ്പോകുന്ന സാഹചര്യമാണ്. പലയിടങ്ങളിലായിട്ടാണ് പുനരധിവാസം നടപ്പാക്കിയത്. അതിൽ തന്നെ എല്ലാവർക്കും പുനരധിവാസം ലഭിച്ചെങ്കിലും അനർഹരും ആ പട്ടികയിൽ കയറിക്കൂടിയെന്ന ആക്ഷേപവും വ്യാപകമായി ഉയരുന്നുണ്ട്. അവസാന ഘട്ടത്തിലൊക്കെ പ്രഖ്യാപിച്ചിട്ടുള്ള വീടുകളിൽ പലരും അനർഹരാണ്. അതൊക്കെ പല സാഹചര്യം കൊണ്ട് നമ്മൾ കേസിൻ്റെ ഭാഗമായിട്ടാണ് അവസാനത്തെ 26 കുടുംബങ്ങളുടെ പ്രഖ്യാപനം വന്നത്. ഹൈക്കോടതിയുടെ ഇടപെടലിൽ റിപ്പോർട്ടുകൾ ഹാജരാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് 72 കുടുംബങ്ങളെ മാറ്റി താമസിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കോടതിയിൽ ഹർജി ഫയൽ ചെയ്തപ്പോൾ ജിയോളജി റിപ്പോർട്ടുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു. ആദ്യ ഘട്ടത്തിൽ എന്ന നിലയ്ക്കാണ് ഈ 3-ാം ഘട്ടം 26 കുടുംബങ്ങളെ പ്രഖ്യാപിച്ചത്. അതിൽ കൂടുതലും അനർഹരാണ്. അവർക്ക് പല വീടുകളുണ്ട്. അവരെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പൈസ കൊടുത്ത് സർക്കാർ കൈ കഴുകുകയാണ് അന്ന് അവിടെ ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ 7 കേസായിരുന്നു അന്ന് മുതൽ നമ്മൾ കോടതിയെ സമീപിച്ചത്. അതിൽ 5 നമുക്ക് അനുകൂല വിധി വന്നു.
ഇനി 2 കേസുകളാണുള്ളത്. അതിലൊരു 72 കുടുംബങ്ങളെ ഭീഷണി നേരിടുന്ന മുത്തപ്പൻ മലയുടെ മറ്റു വശങ്ങളിൽ നിന്നും മാറ്റി താമസിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടും, മറ്റൊന്ന് ഈ പറഞ്ഞിട്ടുള്ള കൃഷിഭൂമി കൃഷിക്ക് അനുയോജ്യമാക്കി തരിക, അതിന് കഴിയാത്ത ഭൂമിയിൽ ആനുപാതികമായിട്ടുള്ള നഷ്ടം തരിക, അല്ലെങ്കിൽ പകരം ഭൂമി തരിക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊടുത്തിട്ടുള്ള ഈ 2 കേസുകളാണ് ഇനിയുള്ളത്. ഈ 2 കേസുകളും അതിൽ ഈ ഒരു കൃഷിഭൂമിയുടെ കേസ് ഏതാണ്ട് തീരുമാനമായ മട്ടാണ്. ഇവിടെ ഈ ഒരു ദുരന്തഭൂമിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ മുകളിലേക്ക് കാണാം ആ ദുരന്തമുണ്ടായ, അതായത് മണ്ണ് ഇടിഞ്ഞിറങ്ങിയ കുറച്ച് സ്ഥലത്ത് മാത്രമാണ് ഇപ്പോൾ അതിൻ്റെ അടയാളം ഉള്ളത്. മറ്റെല്ലാം തന്നെ ഇതിനോടകം കാട് മൂടിക്കഴിഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു മണ്ണിടിച്ചിലുണ്ടായ ഇടമാണ് അതെന്ന് തോന്നണമെങ്കിൽ, മനസ്സിലാക്കണമെങ്കിൽ മുകളിൽ ആ കുറച്ച് സ്ഥലത്ത് മാത്രം ആ മണ്ണ് ഇടിച്ചിറങ്ങിയതിൻ്റെ ബാക്കിയായിട്ടുള്ള ഇടമുണ്ട്. മറ്റെല്ലായിടത്തും തന്നെ കാട് മൂടി, ചെടികൾ വളർന്നു, ഒരു വന്യമൃഗശല്യമുള്ള പ്രദേശമായിട്ട് ഈ ഒരു മേഖല ഒന്നാകെ മാറിയിട്ടുണ്ട്. ഈ കാട് മൂടിയ മേഖലയിലേക്ക് ആനകളൊക്കെ സ്ഥിരമായിട്ട് ഇറങ്ങുന്നുണ്ട് എന്നാണ് പ്രദേശവാസികളൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ച് ഈ ഒരു മേഖല അത് കൃഷിയോഗ്യമാക്കി ലഭിക്കുന്നതോടെ അവരുടെ ഉപജീവനം വലിയ തോതിൽ തന്നെ പഴയ പോലെ തന്നെ ആകുമെന്ന് പ്രതീക്ഷയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഇവരുടെ ഈ പ്രദേശങ്ങളിൽ ലോണിനെ സംബന്ധിച്ചിട്ടുള്ളതാണ്. ഏതാണ്ട് 85 ലക്ഷത്തിലധികം രൂപ ഈ മേഖലകളിൽ പല കുടുംബങ്ങളും ഈ മണ്ണിടിച്ചിലിൽ പെട്ട പ്രദേശം അതിൻ്റെ രേഖകൾ ബാങ്കിൽ സമർപ്പിച്ച് ലോൺ എടുത്തിട്ടുണ്ട്. ബാങ്കിൽ നിന്നൊക്കെ ഈ ലോൺ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് പലതവണ അവർക്ക് നോട്ടീസ് വരുന്നുണ്ട്, ജപ്തി നോട്ടീസൊക്കെ വന്നിട്ടുണ്ട്. ആ കാര്യത്തിലും കോടതിയുടെ ഭാഗത്തു നിന്നും ഇടപെടലുണ്ടായിട്ടുണ്ട്, സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇടപെടലുണ്ടാകുന്നുണ്ട് എന്നാണ് അറിയുന്നത്. അതിലും ഈ നാട് വലിയ തോതിൽ തന്നെ ഒരു പ്രതിസന്ധിയാണ് നേരിടുന്നത്. ആ കാര്യത്തിലും ഒരു പരിഹാരം വേണമെന്ന് ഈ നാട്ടുകാർ ഒന്നാകെ ആവശ്യപ്പെടുന്നുണ്ട്. അക്കാര്യവും സർക്കാർ പരിഗണിക്കുന്നുവെന്നാണ് അറിയുന്നത്. ഇത്തരത്തിൽ 6 വർഷത്തിനിപ്പുറം ഈ ഒരു മേഖലയിലെത്തുമ്പോൾ ഭൂപ്രകൃതിയിൽ വന്ന മാറ്റങ്ങൾ ഒട്ടനേകമുണ്ട്. ദുരന്തഭൂമി ആണെന്ന് പെട്ടെന്ന് ഒരാൾക്കും മനസ്സിലാവാൻ കഴിയാത്തത്ര മാറിയിട്ടുണ്ട് ഈ ഒരു പ്രദേശം ഒന്നാകെ. കാട് മൂടി ഒരു സാധാരണ പ്രദേശം പോലെ പലതും പലയിടങ്ങളും മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിനപ്പുറം ഈ ഒരു ദുരന്തം ഈ നാടിനുണ്ടാക്കിയ നഷ്ടം ഏറെ വലുതാണ്. 59 ജീവനുകളിൽ 48 പേരെ മാത്രമാണ് ഈ മണ്ണിൽ നിന്ന് കണ്ടെത്താനായത്. 11 പേർ ഈ മണ്ണിനടിയിൽ എവിടെയോ ഇപ്പോഴും ഉറങ്ങിക്കിടക്കുന്നുണ്ട്. അവരെ കണ്ടെത്താൻ കഴിയാതെയാണ് തെരച്ചിൽ അവസാനിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഈ നാടിനെ സംബന്ധിച്ച് ഈ ഒരു കവളപ്പാറ ദുരന്തം എത്ര വർഷം കഴിഞ്ഞാലും അവരുടെ മനസ്സിൽ വലിയ ഒരു വേദനയായിട്ട് തന്നെ നിലനിൽക്കും. എന്താണെങ്കിലും കാലം പല മുറിവുകളും മാച്ചു, പ്രകൃതി തന്നെ പല അടയാളങ്ങളെയും മാച്ചു. പക്ഷേ ഈ നാട്ടുകാർക്ക് അവരുടെ ജീവൻ അവസാനിക്കുന്ന കാലം വരെയും ഈ കവളപ്പാറ ദുരന്തം എന്നും വലിയ വേദനയായി തന്നെ ഉള്ളിലുണ്ടാകും. കവളപ്പാറയിൽ നിന്നും CV അനുമോദ്, ന്യൂസ് 18. കേരളത്തിൻ്റെ തന്നെ ഒരു നോവായി കവളപ്പാറ അങ്ങനെ തന്നെ ഉണ്ടാകും. പക്ഷേ അതിജീവനം എന്താണ് എന്നത് കൂടി നമ്മളെ ആ മണ്ണ് കാണിച്ചു തരികയാണ്. വലിയ ദുരന്തമുണ്ടായ ആ പ്രദേശത്ത് പോലും സാധ്യമാകുന്ന ഇടങ്ങളിൽ കൃഷിഭൂമിയാക്കി മാറ്റാൻ, ആ ഭൂമിയെ മാറ്റാനുള്ള ശ്രമങ്ങൾ അവിടുത്തുകാർ നടത്തുന്നു എന്ന് പറയുമ്പോൾ അതാണ് ഏറ്റവും വലിയ അതിജീവനത്തിൻ്റെ സന്ദേശം നൽകുന്നത്. ഏറ്റവും മുന്നോട്ടുള്ള പോക്കിനെ അതാണ് ഊർജം പകരുന്നതും. അവിടെ നിന്നുമുള്ള റിപ്പോർട്ടാണ് അനുമോദ് പങ്കുവെക്കുമ്പോൾ അനുമോദ് സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശരിയാം വിധത്തിൽ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടപടികൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പോലും ചെറിയ ചെറിയ പോരായ്മകളും പ്രശ്നങ്ങളും അവർ അനുഭവിക്കുന്നുണ്ട്. അതിൽ കൂടി കൃത്യമായിട്ടുള്ള ഇടപെടലുകളും പരിഹാരങ്ങളും വേണം. കാരണം വലിയ ഒരു ദുരന്തം താണ്ടി വന്ന മനുഷ്യരാണ് അവർ. ഒരു വിധത്തിലും ഇനി പരിതപിക്കേണ്ടി വരുന്നൊരു സാഹചര്യം സൃഷ്ടിക്കരുത്. അതിനെല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. അതാണ് നമുക്കും അധികാരികളോട് പറയാനുള്ളത്. എന്തായാലും ഇന്നത്തെ